അതെ, നമ്മുടെ അടുത്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ടിൻ ഷീറ്റിന്റെ പുറത്ത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? സോളാർ എങ്ങനെയാണ് ഈ ഷീറ്റിന്റെ പുറത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് റിസ്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നിപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. ഒരു 5 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും ഈ ടിൻ ഷീറ്റിൻ്റെ പുറത്ത് തന്നെയാണ്, റൂഫിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും എങ്ങനെയാണ് നമ്മളൊരു റൂഫിൻ്റെ പുറത്ത് ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം നമ്മുടെ മെറ്റീരിയലൊക്കെ ഇറക്കിയിട്ട് നമ്മൾ ഈ ഷീറ്റിൻ്റെ പുറത്ത് എവിടെയാണോ വെക്കുന്നത് അവിടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ പൈപ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഓരോ ഷീറ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ കാല് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്ഥലത്തെല്ലാം ഈ ഒരു ഹോൾ അടിക്കുന്നത്. ഈ ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ അവിടെയാണ് ലെഗ് പിടിപ്പിക്കുന്നത്. ഈ സോളാർ പാനലിൻ്റെ സ്ട്രക്ചറിൻ്റെ ലെഗ് നമ്മൾ പിടിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മൾ 6 ലെഗും നല്ല രീതിയിൽ തന്നെ പിടിപ്പിക്കും. ഇപ്പോൾ ആ 2 പട്ടയിലായിട്ടായിരിക്കും നമ്മൾ വെൽഡ് ചെയ്ത് നിർത്തുന്നത്. നല്ല രീതിയിൽ വെൽഡിങ് ചെയ്താൽ മാത്രമാണ് നല്ല സ്ട്രോങ് ആയിട്ട് ഈ ഒരു ലെഗ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുക. നമ്മൾ സാധാരണ റൂഫിലൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് റിസ്ക് പിടിച്ച ഒരു വർക്കാണ് നമ്മൾ ഈ റൂഫിൻ്റെ പുറത്ത് ചെയ്യുന്നത്. അതായത് നമ്മുടെ റൂഫിൻ്റെ മുകളിൽ നമ്മളൊരു സ്റ്റാഫ് ഇരുന്നിട്ട് വേണം, കാരണം പുള്ളിക്ക് എവിടെയെങ്കിലും ഒരു പിടുത്തോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ റോപ്പ് കെട്ടിയിട്ടാണ്, ആ റോപ്പിലാണ് പുള്ളി നിന്നിട്ട് ഈ ഒരു കാല് വെച്ചിട്ട് താഴെ നിൽക്കുന്ന ആൾ വെൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു വർക്കും കൂടിയാണിത്. അങ്ങനെ നമ്മൾ ഒരു 6 ലെഗ് നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രെയിം വർക്കാണ് വരുന്നത്. ഫ്രെയിം വർക്ക് ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ പുറത്തായതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫ്രെയിം വർക്കും ചെയ്യണം. ഫ്രെയിം വർക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് പാത്വേയുടെ വർക്കാണ് വരുന്നത്. പാത്വേ എന്ന് പറയുന്നത് നമുക്ക് സോളാർ പാനലിൻ്റെ സൈഡിൽ കൂടി നടക്കാവുന്ന രീതിയിൽ നല്ല രീതിയിലൊരു പാത്വേ നമ്മൾ ഉണ്ടാക്കണം. കാരണം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്ട്രക്ചറിൻ്റെ പുറത്ത് നമ്മൾ കയറേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലൈഡിങ് ഡോറാണ്. സ്ലൈഡിങ് ഡോർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ താഴെ നിന്ന് നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടൊരു ഡോർ, സ്ലൈഡിങ് ഡോറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നല്ല മഴ വരുന്നത് കണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പാനലെല്ലാം മുകളിൽ കയറ്റി ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വർക്കൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി പാനൽ കയറ്റി വളരെ റിസ്ക് എടുത്ത ജോബായിരുന്നു. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ഹാർഡ് വർക്കുമായിട്ട് നിന്നിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. കാരണം ഈ ഹെവി റിസ്ക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പാനൽ കയറ്റിയ പാടെ തന്നെ മഴയും തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കേഴ്സൊക്കെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്തത്. ഒരുപാട് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മുടെ ഈ പുള്ളിക്കാരൻ കയറി പോകുന്നതാണ് സ്ലൈഡിങ് ഡോർ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെയർ ചെയ്തിട്ടില്ല. സ്റ്റെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെൽഡർ ഇരുന്നിട്ട് അത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും നമ്മൾ പാനലൊക്കെ കയറ്റി വളരെ നല്ല രീതിയിൽ തന്നെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കുറച്ച് ടൈം എടുത്തു, കാരണം നല്ല മഴയായതുകൊണ്ട് കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.